നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളി കാര്യമായി പോയി. ഇടവേളയ്ക്ക് ശേഷം ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി രംഗത്തെത്തിയ SFIക്കാർ യഥാർത്ഥത്തിൽ ചെയ്തത് സർക്കാരിനെ പണി മേടിച്ചു കൊടുക്കുകയായിരുന്നു. അതിവേഗമെത്തി CRPF. രാജ്ഭവന്റെ സുരക്ഷ ഏറ്റെടുത്തു. നടപടി കേന്ദ്ര ഉത്തരവിന് പിന്നാലെ വീണ്ടും വിമർശിച്ച് ഗവർണർ. ഏതാണ്ട് സമാധാനപരമായ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും SFI കരിങ്കൊടിയുമായി എത്തിയതാണ് വീണ്ടും പ്രശ്നത്തിന് കാരണം. അമിത്ഷാ നേരിട്ടിടപെട്ടു. കേരള സർക്കാരിന്റെ നാണക്കേടായി കേന്ദ്രസേന പറന്നെത്തി. കേരള രാജ്ഭവന്റെ സുരക്ഷയ്ക്കായി CRPF സംഘമെത്തി. രാജ്ഭവന്റെ മുൻപിൽ 8 CRPF ഉദ്യോഗസ്ഥർ സുരക്ഷാ ജോലി ഏറ്റെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന് പിന്നാലെയാണ് നടപടി. 30 CRPF ജവാന്മാരാണ് രാജ്ഭവനിലേക്ക് എത്തിയത്. SFI പ്രവർത്തകർ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ CRPFിനെ കൈമാറി Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് CRPF സ്ഥലത്തെത്തിയത്. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു Z+ സുരക്ഷ ഉണ്ടായിരുന്നത്. ഇതാണ് ഗവർണർക്കും രാജ്ഭവനും പുതുതായി ഏർപ്പെടുത്തിയത്. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+. ഈ സുരക്ഷാ സംവിധാനത്തിൽ CRPF കമാൻഡുകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. മുഴുവൻ സമയവും ഈ സംഘം സുരക്ഷയൊരുക്കും. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകളുടെ അധിക പരിരക്ഷയും നൽകും. സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും 3 ഷിഫ്റ്റുകളിലായി എസ്കോർട്ടും ഉൾപ്പെടും. 2022 വരെ 45 പേർക്കാണ് രാജ്യത്ത് Z+ ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്കും ഈ സുരക്ഷാ സംവിധാനമാണ്. അതേസമയം കേരള പോലീസിനെ കുറിച്ച് തനിക്ക് നല്ല അഭിപ്രായമാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയാണ് നട റോഡിൽ ഇങ്ങനെ പ്രതിഷേധത്തെ നേരിട്ടതെങ്കിൽ പോലീസ് ഇങ്ങനെയായിരുന്നോ പെരുമാറുകയെന്ന് ഗവർണറുടെ ചോദ്യം. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയെന്ന് അദ്ദേഹം. കേരള പോലീസ് മികച്ച സേനയാണ്, എന്നാൽ ആരാണ് അവരുടെ പ്രവർത്തനം തടയുന്നത്? അതിന് ഉത്തരവാദിത്തം ആർക്കാണെന്ന് ഗവർണർ ചോദിച്ചു. നിലമേലിൽ 22 പേർ ബാനറുമായി കൂടി നിന്നുവെന്നാണ് പോലീസ് FIR. 100 പോലീസുകാർ അവിടെ ഉണ്ടായിട്ട് അവരെ തടഞ്ഞില്ല. മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. 72 വയസ്സ് പ്രായം തനിക്ക് കഴിഞ്ഞു. ദേശീയ ശരാശരിയും കടന്ന ബോണസ് ജീവിതമാണ് താൻ നയിക്കുന്നത്. സ്വാമി വിവേകാനന്ദനാണ് തന്റെ ആദർശ പുരുഷൻ. കേന്ദ്ര സുരക്ഷ താൻ ആവശ്യപ്പെട്ടതല്ല, അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമാണ്. എന്റെ ജോലി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനത്തെ സാഹചര്യം അറിയിക്കലാണ്. എന്നാൽ രാജ്ഭവനാണ് താൻ റോഡരികിൽ ഇരിക്കുന്ന കാര്യം കേന്ദ്രത്തെ അറിയിച്ചത്, താനല്ല. നിലമേലിൽ തന്റെ കാറിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. അതിനുശേഷമാണ് താൻ പുറത്തിറങ്ങിയത്. തന്റെ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് തിരുവനന്തപുരത്ത് പോലീസ് നടപടിയെടുത്തത്. നിലമേലിലും അതാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നും ചോദിച്ച ഗവർണർ ചിലർ അധികാരം കയ്യിൽ വരുമ്പോൾ അവരാണ് എല്ലാം എന്ന് കരുതുന്നുവെന്ന് വിമർശിച്ചു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങി ദില്ലിയിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ ബംഗളൂരിലേക്കും അവിടെ നിന്ന് ദില്ലിക്ക് പോകുമെന്ന് രാജ്ഭവൻ അറിയിച്ചു. സംസ്ഥാനത്തെ SFI പ്രതിഷേധം ശക്തമായിരിക്കെ തന്റെയും രാജ്ഭവന്റെയും സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ കൂടി എത്തിച്ച ശേഷമാണ് ഗവർണറുടെ മടങ്ങിപ്പോക്ക്. അതിനിടെ കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച 12 SFI പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 14 ദിവസത്തേക്കാണ് SFI പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൊല്ലം കടക്കൽ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചടയമംഗലം പോലീസ് കേസെടുത്തതോടെയാണ് പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്.